ഒന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതും ഈ എക്സ് മുസ്ലിംസ് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹൂർലിങ്ങൾ അതിൽ ഒന്ന് മാത്രമാണ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയി. മാപ്പിളാരെ സ്വർഗത്തിൽ ഇതായിരുന്നു. കേട്ടോ ബാലു, ഒന്ന് പാല്, എവിടെ നോക്കിയാലും പാൽപ്പുഴ. ഒന്ന് തേനിന്റെ പുഴ, എവിടെ നോക്കിയാലും തേൻപുഴ. ഒന്ന് കള്ളിന്റെ പുഴ. എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങൾ. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. എന്നും ആദ്യ രാത്രിയാണ് സ്വർഗത്തിലെ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിൻചുണ്ടി. ഏത് തരത്തില് വേണം, ഏത് തരത്തില് വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം? ഇതെല്ലാം എന്ത് രസായിരിക്കൂലേ. സ്വർഗത്തിൽ എന്തില്ല? കക്കൂസ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ ഒരു സഭയിൽ പറയാൻ പറ്റാത്ത സ്വർഗമാണ് ഇവിടെ. പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്, നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ട്, നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചിതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയിടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഖുർആനിൽ പറയുന്നത് ഒരു ഡ്രീം വേൾഡ് അല്ല, ഒരു റിയൽ ലൈഫാണ്. കൃഷിയുള്ള, കച്ചവടമുള്ള, നഗരങ്ങളുള്ള, ഗ്രാമങ്ങളുള്ള, തോട്ടങ്ങളുള്ള, ഗ്രാമീണ ഭംഗിയുള്ള ഒരു ലൈഫാണ് സ്വർഗം. അതിച്ചിരി കൂടുതലല്ലേ? ഇനി എന്തിനാ കക്കൂസ്? ഉള്ളത് വിയർപ്പായിട്ടും നല്ല കസ്തൂരിയായിട്ടും ഒരു ഏമ്പക്കം അങ്ങോട്ട് വിടും. സുബ്ഹാനല്ലാഹ്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ.